സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം BJP വക്താവ് റെജി ലൂക്കോസ് ആണ്. സാർ സ്വാഗതം. നമസ്കാരം. സാറ്, രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒരു പേരുണ്ടായേക്കുന്നു. പേര് കോക്രോച്ച് ജനതാ പാർട്ടി. എങ്ങനെ പ്രതികരിക്കുന്നു? കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു അരാഷ്ട്രീയ രാജ്യവിരുദ്ധ മൂവ്മെന്റ് ആണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ അറിയാൻ സാധിക്കുന്നത് അതിന്റെ ആ ഒഴുക്ക് ഏതാണ്ട് നിലച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പാർട്ടി അല്ലെങ്കിൽ ആ മൂവ്മെന്റിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഒരു കോടതിയിലെ ഒരു പരാമർശത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ച് പാർട്ടികളെന്ന് വിശേഷിപ്പിച്ച ഒരു പദം ഉപയോഗിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അപ്പോഴാണ് അമേരിക്കയിലെ ബോസ്റ്റണിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് നടത്തുന്ന ഒരു മഹാരാഷ്ട്രൻ ചെറുപ്പക്കാരൻ 30-കാരൻ ഉടനെ ഇതിനെതിരെ രംഗത്ത് വരികയും അതൊരു മൂവ്മെന്റ് ആയിട്ട് ആളിപ്പടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ ഒരു യുവാവിന്റെ ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുള്ള രോഷം ഒരു സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു മൂവ്മെന്റ്, അതിനെ കുറെ ആളുകൾ പിന്താങ്ങി ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതൊരു വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചു. അതൊരു മൂവ്മെന്റ് ആയി ഇന്ത്യ വിരുദ്ധതയായി മാറുമോ എന്നൊരു സംശയം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായി. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ് ഇയാൾക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഫണ്ടിങ്ങിലൂടെ തന്നെയാണ് പാകിസ്ഥാൻ പൗരന്മാര് ഇന്ത്യ വിരുദ്ധത ശിരസിലേക്ക് ചെയ്യുന്ന ഇന്ത്യക്ക് വെളിയിലുള്ള ചില മനുഷ്യരോട് കൂടി ഒന്നിച്ചുകൂടി ഒരു മൂവ്മെന്റ് ഉണ്ട്, അതിനെ വ്യാപിപ്പിച്ചു. അതിൽ ഇന്ത്യയിൽ നമ്മുടെ കുറെ ചെറുപ്പക്കാരിൽ ആരും ഇതിനകത്ത് പങ്കാളികളായി. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമായിട്ട് ഇതിന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് രാജ്യത്തിന് വിരുദ്ധമായ രീതിയിൽ അവർ പറയുന്ന ഓരോ ആശയങ്ങളും യോജിക്കാത്ത രീതിയിലുള്ള ജനാധിപത്യത്തിന്റെ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ അടയാളങ്ങൾ പേർന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനായിട്ടുള്ള ഈ നീക്കങ്ങൾ നടത്തുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണർന്നെഴുന്നേറ്റു. അത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും പ്രത്യേകിച്ച് എക്സ് ഹാൻഡിൽ നിന്നും അതിനെ നിരോധിച്ചു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവർ ആരോപിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് ഇന്ത്യക്ക് പത്രസ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഏറ്റവും കുറവാണെന്നുള്ളതാണ്. പക്ഷെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ ദിവസം നോർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാധ്യനായ നരേന്ദ്രമോദിജി അവിടുത്തെ മാധ്യമങ്ങളുമായിട്ട് അവിടുത്തെ രാഷ്ട്രത്തലവനുമായിട്ട് ഒന്നിച്ചിരുന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം മറുപടി പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം നടന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക വീണ്ടും അത് ഇന്ത്യ വിരുദ്ധയാണെന്നുള്ളത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തക ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറവാണെന്നും പറഞ്ഞ് അവർ വിളിച്ചുകൂടി. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറവാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നത്? ഇവർ ഈ പറഞ്ഞ ചോദ്യങ്ങളും ഇതെല്ലാം ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ഒരു പ്രമുഖ ചാനൽ അതിനെക്കുറിച്ച് തന്നെ അരമണിക്കൂർ ഒരു പ്രോഗ്രാം ചെയ്ത് അവരതിൽ വളരെ മോശമായ രീതിയിൽ അതിനെക്കുറിച്ച് നിർവചിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മുടെ പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് ആ ചാനൽ പ്രക്ഷേപണം ചെയ്തു. അങ്ങനെ പത്രസ്വാതന്ത്ര്യവും ഒക്കെ 156-ാം സ്ഥാനമാണ് ലോകത്തിൽ ഇന്ത്യക്ക് എന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ചാനൽ ഇതിനെക്കുറിച്ച് വിമർശിച്ച് എയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം വളരെ കൂടുതലാണെന്നുള്ളത്. വളരെ കൂടുതലായ മാധ്യമ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ അന്തർദേശീയ തലത്തിൽ ചില ദുഷ്ടലാക്കുകൾ അവർ നൽകുന്ന റേറ്റിംഗിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ബലക്ഷയപ്പെടുത്താൻ ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള അത്യുന്നതങ്ങളിലേക്കുള്ള കുതിച്ചുകയറ്റം, ലോകത്തിലെ 4ാമത്തെ ശക്തിയായി ഇന്ത്യ കുതിച്ചു കയറിയതിൽ നിന്നും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഒരു തേർഡ് വേൾഡ് കൺട്രിയുടെ അംഗമെന്ന് ചാപ്പ കുത്തിയിരുന്ന ഇന്ത്യ ലോക സമ്പന്ന രാജ്യങ്ങളുടെ മുകളിലേക്ക് എല്ലാ സെക്ടറിലും കുതിച്ചു കയറുന്നപ്പോൾ ഇന്ത്യ തകർക്കുക എന്ന ചില പാശ്ചാത്യ ലോബികളുണ്ട്. എല്ലാ പാശ്ചാത്യ ലോബികളൊന്നുമല്ല, ചിലരുടെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ആളുകളുടെ ഒക്കെ മനസ്സിൽ ഉദിച്ച ഒരു റേറ്റിംഗ് ആണ് ഈ നമ്മുടെ ഇന്ത്യയിൽ. മ്യാൻമാറിനേക്കാളും ഇറാനേക്കാളും താഴെയാണ് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം എന്നാണ് വിളിച്ചു പോകുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനിൽ പോലും നമ്മളെക്കാളും മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ കേരളത്തിലെ ഒരു ചാനൽ ഈ വാർത്ത തന്നെ വളരെ മോശമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചിത്രീകരിച്ച് അവർ ടെലികാസ്റ്റ് ചെയ്തു. അതിനകത്ത് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നതാണ്. അതിനകത്ത് ഇവർ 3 പേരോട് ഇരിക്കുന്ന ചർച്ചയിൽ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ വളരെ ആദരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മറ്റൊരു ചാനലിലാണ്, ഇപ്പൊ ഈ ചാനലിന്റെ ചാർജ് അദ്ദേഹം പറയുക ഇതിനെക്കുറിച്ച് മറുപടി പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ വക്താവ് മലയാളിയാണ്, അദ്ദേഹം പാലക്കാരനാണ്. അദ്ദേഹം വിശദീകരിച്ച മുഴുവൻ അബദ്ധങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ പൊട്ട ഇംഗ്ലീഷ് ആയിരുന്നു എന്നാണ് ഈ എഡിറ്റർ ചാർജുള്ള ഈ മനുഷ്യൻ കേരളത്തിലെ ചാനൽ എന്ന് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. നാലെങ്കിലും
ഈ പർട്ടിക്കുലർ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സ്വിറ്റ്സർലൻഡിൽ പിന്നെ അംബാസഡർ ആയിരുന്നു. അദ്ദേഹം റോമിന്റെ വത്തിക്കാന്റെ അംബാസഡർ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സ്വിറ്റ്സർലൻഡിൽ നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ചുരുങ്ങിയ സമയങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ, ഇങ്ങനെയുള്ള നമ്മുടെ ഇത്രയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു IFS ഉദ്യോഗസ്ഥനായ പാലാ നിവാസിയായ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ ഇംഗ്ലീഷ് പൊട്ട ഇംഗ്ലീഷ് ആണെന്നൊക്കെ പറയാൻ മാത്രം ചങ്കൂറ്റം കാണിക്കുക, അത് ഏറുകയും ചെയ്തെങ്കിൽ അതിനപ്പുറം മാധ്യമ സ്വാതന്ത്ര്യം ലോകത്തിലെവിടെയുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അയാൾ വിശദീകരണം പറയേണ്ടത് തന്നെ. ഈ പൊട്ട ഇംഗ്ലീഷ് ആണെന്നുള്ള ഒരു അല്ലെങ്കിൽ പിന്നെ കൺഫേം ചെയ്യാൻ ഈ മനുഷ്യന്റെ ഇംഗ്ലീഷ് എന്താ? നമ്മൾ ആലോചിക്കണം, നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ പൊതുബോധത്തെയും പൊതു സംസ്കാരത്തിന്റെയും രാജ്യത്തിന്റെ വിദേശകാര്യ വക്താവിനെ ആക്ഷേപിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനപ്പുറം സ്വാതന്ത്ര്യം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിക്കൂ. ഈ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മ്യാൻമാറിലോ ഈ ഇറാനിലോ വേണ്ട ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം, അപ്പൊ ഇവർ ഉന്നയിക്കുന്ന ഞാനീ പറഞ്ഞ ഈ പാറ്റ എന്ന് പറഞ്ഞ CJP ഉദ്ദേശിച്ച് പറയുന്ന ആരോപണങ്ങൾ ഒന്നതാ. പിന്നെ നീറ്റിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ എല്ലായിടത്തും ഇതുപോലത്തെ പരീക്ഷകളിലൊക്കെ വല്ലപ്പോൾ വൺസ് ഇൻ എ വൈലൊക്കെ ചോർന്നു പോകും. അല്ലാത്തൊരു സംവിധാനം ലോകത്തിൽ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്. ഇപ്പൊ നീറ്റ് ചോർന്നു, 20-20ഓളം ചോദ്യം ഞങ്ങള് ചോർന്ന് അതൊരു കോളേജ് പ്രൊഫസറാണ് അതിന്റെ പിന്നിലുള്ളത്. അയാളെയും ഉൾപ്പെടെയുള്ള 20ഓളം പേരെ അറസ്റ്റ് ചെയ്തു. അത് ക്യാൻസൽ ചെയ്തു. വീണ്ടും ആ ടെസ്റ്റ് നടത്താൻ പോവാണ്. ശരിയാണ്, അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഏത് സിസ്റ്റത്തിന് സംഭവിക്കാവുന്ന കാര്യമുള്ളൂ. അതിന് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് ലോകത്തിന് മുമ്പിൽ ഒരു മൂവ്മെന്റിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു മൂടന്മാരുടെ ലോകത്തിലാ. ഇന്ത്യൻ ഡെമോക്രസിയോ ഇന്ത്യയുടെ ജനതയോ ഇത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കോക്രോച്ച് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ അബദ്ധജടിലമായ കുറെ അരാഷ്ട്രവാദികളായ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞെന്നല്ലാതെ കണ്ട് യാതൊരു ചലനങ്ങളോ സൃഷ്ടിക്കുന്നില്ല. ഇന്ത്യൻ ഭരണകൂടത്തിനെയോ ഇന്ത്യൻ ജനാധിപത്യത്തെയോ അട്ടിമറിക്കാൻ ഇവർക്കൊന്നും ഒരു ചുക്കും സാധിക്കുന്നില്ല. ഇവർ പറയുന്ന വ്യാമോഹിക്കുന്ന മ്യാൻമാറിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിൽ നടന്ന പോലെയുള്ള രീതിയിലുള്ള ഭരണകൂടം അട്ടിമറിക്കുക ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് അത്. അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇതിനെ പിന്തുണയ്ക്കുന്നവര്. അവർ മൂടന്മാരാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പദം കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ ആവർത്തിക്കുകയാണ്. ദേ ആർ ഫൂൾസ് ഇൻ ഫസ്റ്റ് ഡിഗ്രി. നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഭാരതം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ലോകത്തിന് നൽകിയിരിക്കുന്ന സാംസ്കാരിക അടിത്തറ, പാരമ്പര്യങ്ങൾ, സംസ്കാരം, നമ്മളുടെ രാജ്യത്തിനോടുള്ള സ്നേഹം ഇവർക്ക് ആർക്കും തകർക്കാൻ പറ്റുന്നില്ല. 10-35 വർഷക്കാലം കമ്മ്യൂണിസ്റ്റിനോടൊപ്പം നിന്ന ഒരാളാണ് ഞാൻ. ഏതാണ്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ സഞ്ചരിക്കുന്ന പാതയും ചിന്തിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി അതിൽ നിന്നോട് ഗുഡ് ബൈ പറഞ്ഞു വന്നൊരാളാണ് ഞാൻ പോലും. എന്റെയൊക്കെ മനസ്സിനെ ഈ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പടവുകൾക്ക് വലിയ രീതിയിലുള്ള സംഭാവന നൽകുന്ന ഒരു ഭരണകൂടത്തെ ഞാൻ എതിർക്കുന്നതിനുള്ള കുറ്റബോധം കൊണ്ടാണ് ഞാൻ ആ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്ന് ഇന്ന് വളരെ സംതൃപ്തിയോടുകൂടി മുമ്പോട്ട് പോകാനുള്ള കാരണം. ഇത് എന്നെ പോലെ 10,000-കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് വേറെയും ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വിദേശങ്ങൾക്ക് പോയാൽ, താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ അത്യാവശ്യം വിദേശയാത്ര നടത്തുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാനൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ അമേരിക്ക ചെല്ലുമ്പോൾ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇപ്പോൾ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു അഭിനൊരു അന്തസ്സ് പണ്ട് അമേരിക്കക്കാരൻ ലോകത്ത് കിട്ടുന്നവരാ. ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ രീതിയിൽ ഉന്നതിയിലുള്ള രാജ്യത്തെ ഒരു പൗരനാണെന്നുള്ള ഒരു അന്തസ് അവർ നമുക്ക്, ആ ഒരു ബഹുമാനം നമുക്ക് തരുന്നുണ്ട്. പണ്ടങ്ങനെ അല്ലായിരുന്നു. കുട്ടിച്ചോറാക്കി കൊടുക്കുമായിരുന്നു ഈ രാജ്യം. അതൊക്കെ നേടിത്തന്നത് ആരാ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ആണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം 5-6 രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്തു. ആ യാത്രയെക്കുറിച്ച് ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഞാൻ നേരത്തെ പറഞ്ഞ അത്തരം ചാനലുകളും നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പകർന്നു നൽകുന്നതും പറഞ്ഞു പറ്റിക്കുന്നതും ശരിക്കും പറയുകയാണെങ്കിൽ ശിക്ഷാർഹമാണ്. കാരണം ലോകം ഇന്ധനം ലഭ്യതയായാലും ഗ്യാസിന്റെ കാര്യത്തിലും ഇന്ന് ലോകം വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലാ. പാകിസ്ഥാനിൽ പെട്രോൾ കിട്ടാനില്ല. 20-25 മണിക്കൂർ ക്യൂ നിൽക്കണം. ഇന്തോനേഷ്യ, ശ്രീലങ്കയിൽ പെട്രോളേ ഇല്ല. ശ്രീലങ്ക അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങള് ഇന്ധന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു സ്കൂട്ടറുകാരന് പോലും ഒരു പെട്രോൾ ബങ്കിൽ പോലും പോയി ക്യൂ നിൽക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ധനത്തിന് വില കുറവ് ഇന്ന് ഇന്ത്യയിലാണ്. ഇന്നലെ ന്യൂയോർക്ക് സിറ്റിയിൽ ഇന്ധനത്തിന്റെ വില ഒരു ഗ്യാലൻ പെട്രോളിന് $6.5 അതായത് ഏതാണ്ട് 170-175 രൂപയോളം പെട്രോൾ അവിടെ വിലയാണ്.
അവിടെ ഇപ്പൊ ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഇന്ധനം ഖനനം ചെയ്യാത്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നമ്മുടെ രാജ്യമാണ്. UAE പോലുള്ള രാജ്യങ്ങള്, ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും വില കുതിച്ചു കയറി. കാരണം അവരുടെ ഉത്പാദനത്തിലെല്ലാം ഡാമേജ് സംഭവിച്ചുകൊണ്ട് അതിനൊക്കെ ഇത് വളരെ കുറവിലാണ്. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഈ പറയുന്ന UAE ഉൾപ്പെടെ UAEയും യൂറോപ്യൻ രാജ്യങ്ങളും നെതർലൻഡും നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് പിന്നെ UAEയിൽ യാത്ര ചെയ്ത് UAE രാഷ്ട്രത്തലവനുമായിട്ടുണ്ടായ എഗ്രിമെന്റ് എന്താണെന്ന് ഈ രാജ്യത്തിനെ ആക്ഷേപിക്കുന്നതിന് മനസ്സിലാക്കണം. എന്താണ്? 1,56,00,000 പിന്നെ ബാരൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ പിന്നെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള പ്ലാന്റ് ഗുജറാത്തിൽ UAE തുടങ്ങാനുള്ള പിന്നെ എഗ്രിമെന്റിലെത്തി. നമുക്ക് നമ്മുടെ ഇന്ധനം, ഗ്യാസ് ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾക്ക് സമൃദ്ധമായിട്ട് ഇന്ത്യയിലേക്ക് കിട്ടാനുള്ള എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അതുപോലെ നെതർലാൻഡ് വാട്ടർ മാനേജ്മെന്റിൽ ലോകത്തെ 1ാം സ്ഥാനമുള്ള രാജ്യമാണ് നെതർലാൻഡ്. പിന്നെ പുഷ്പങ്ങളുടെ നാട്. ഭാഗ്യവശാൽ അവിടേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ആ വാട്ടർ മാനേജ്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എഗ്രിമെന്റിലേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഇന്ധനങ്ങള്, ഓയിൽ പിന്നെ എങ്ങനെയാണ് അത് നിയന്ത്രിച്ചു നിർത്തേണ്ടത്, അതിന്റെ ഉപയോഗം എന്നുള്ളതിനെ കുറിച്ചും നെതർലാൻഡ് ആ ടെക്നോളജി നമുക്ക് സംഭാവന ചെയ്യുന്നു. ഇതുപോലെ നോർവേ എന്ന് പറഞ്ഞ രാജ്യം ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതുപോലെ ബില്യൺ കണക്കിന് ഡോളറിന്റെ എഗ്രിമെന്റ് ആണ് നമ്മുടെ രാജ്യവും ഈ 2-3 രാജ്യങ്ങളുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. ഇറ്റലി വേറെ കഥകൾ, ഇതെല്ലാം വിശദീകരിച്ച എപ്പിസോഡ് കടന്നുകൊണ്ട് ഞാൻ അത്രയും പോകാതെ, അതിലുപരിയായിട്ട് ഈ രാജ്യത്തെ ആക്ഷേപിക്കുന്ന, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇതുപോലത്തെ മനുഷ്യന് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ സംഘടനകൾ മനസ്സിലാക്കേണ്ട വേറെ പറയാം. ഈ ഭൂമിയിലെ ചരിത്രത്തിലെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഇന്ത്യ ഒപ്പിട്ടു യൂറോപ്യൻ യൂണിയനുമായിട്ട്. 27 രാജ്യങ്ങൾ നടക്കുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് 4 മാസം മുമ്പ് ഇന്ത്യ ഒപ്പിട്ടു. 20 വർഷത്തെ പ്രോസസ്സിംഗ് അതൊക്കെ ഒരു പറയുന്നുണ്ട്. ലോകത്ത് ഇന്നും ഒരു എഗ്രിമെന്റ് ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ പുതുപുത്തൻ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഗുണം എന്താണ്? നമ്മുടെ സമ്പദ്ഘടന ഭയങ്കരമായി ബൂം ചെയ്യും. ഏതാണ്ട് 15 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അതിന്റെ കൂടുതൽ ഒന്നുകൂടെ പറയാം. ഈ അവസരത്തിലാണ് പിന്നെ ആ സമയത്താണ് അമേരിക്ക യൂറോപ്യൻ യൂണിയന് താരിഫ് ഏർപ്പെടുത്തിയത്. പക്ഷെ അവസാനം അമേരിക്ക അതിനകത്ത് പിൻവലിയേണ്ട വന്നു. ഒറ്റ യൂറോപ്യൻ യൂണിയൻ രാജ്യം പോലും പിന്നെ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയില്ല. അതാണ് ഇന്ത്യയുടെ ഈ ഭരണകൂടത്തിന്റെ കഴിവെന്ന് പറയുന്നത്. മറ്റൊന്നുകൂടെ പറയാം. അതായത് ഇതേ കാലയളവിലാണ്, ഇതേ സമയത്താണ് ഇന്ത്യയിൽ AI സബ്മിറ്റ് നടന്നത്. 5 ദിവസം നീണ്ട AI കോൺഫറൻസ്, പിന്നെ വേൾഡിലെ AI കൂട്ടായ്മ ഡൽഹിയിൽ നടന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ചില മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ ഇതിന്റെ സംഭവം? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ AI സബ്മിറ്റ് ആണ് ഡൽഹി നടന്നത്. ആ AI സബ്മിറ്റിലൂടെ വരാൻ പോകുന്നത് 13 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൽഹിയിൽ വരാൻ പോകുന്നത്. ലോകത്തിലെ എല്ലാ ഭീമന്മാരായ AI മാനുഫാക്ചേഴ്സിന്റെയും പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്നു. നാളെയുടെ ടെക്നോളജിയാണ് AI. ഇനി അതിനകത്ത് വേറൊരു അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ AI സബ്മിറ്റ് ഇന്ത്യയിൽ വരുന്നതിന് ആദ്യം ശരിക്കും അതിന്റെ ബേസ് അടിത്തറ പാകിയതാണെന്നറിയോ? ഇപ്പോഴത്തെ കേരളത്തിന്റെ MLAയും BJP സംസ്ഥാന പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ മോഡി മന്ത്രിസഭയിൽ 3.5 വർഷക്കാലം ഇലക്ട്രോണിക് പിന്നെ വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന് അടിത്തറ പാകിയത്. അപ്പോൾ ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള അഭിവൃദ്ധിയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എഗ്രിമെന്റും ഈ പറയുന്ന ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന എനർജി സ്കേഴ്സിറ്റിയുടെ സമയത്ത് പോലും നമുക്ക് അതിന് വലിയ കോട്ടം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലോകരാജ്യങ്ങളുടെ ലോകത്തിലെ ഏറ്റവും പ്രമുഖ രാജ്യങ്ങളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെട്ട പ്രധാനമന്ത്രിയുടെ യാത്രയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നോർവേയിലെ ഒരു മാധ്യമ പ്രവർത്തക ചോദ്യവും അതിന് വിശദീകരിച്ച നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി മലയാളിയായ അദ്ദേഹത്തിന്റെ പിന്നെ ഇംഗ്ലീഷ് പോട്ട ഇംഗ്ലീഷ് ഒന്നും പറയാതെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പോട്ട ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരു ചാനലിലെ എഡിറ്റർ ആക്ഷേപിച്ചതും. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സഹിഷ്ണുത, ഈ മാധ്യമ സ്വാതന്ത്ര്യം ഇത്രയ്ക്ക് അധികമില്ലെങ്കിൽ ഇവർക്ക് ഇതിനെ സ്വന്തം രാജ്യത്തിനെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഏതെങ്കിലും മാധ്യമ ലോകത്തിനെവിടെയുണ്ടോ? നിങ്ങൾ പറയും എന്റെ വീടിനെ കുറിച്ച് എന്താ എല്ലാവരുണ്ടോ? എന്റെ വീടിനെ കുറിച്ച് ഞാൻ തന്നെ നാട് മുഴുവൻ നടന്ന കുറ്റം പറയുന്നത് എങ്ങനെയുണ്ട്? ആ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനല്ലേ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവൻ? ദുസ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞാലോ ഇവര്? അത് തന്നെയാണ് ഈ പാർട്ടിയുടെ അനുഭവം. ബാംഗ്ലൂർ ഈ നാളെ ഞായറാഴ്ച അവര് പിന്നെ ഒരു വലിയൊരു പ്രൊസഷൻ മനുഷ്യ ശകല ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അതിന്റെ അപകടം പണിത്തോടെ പിൻവലിച്ചു.
അതിന് ബദലായി രാജ്യം മുഴുവനും പ്രതിഷേധ പ്രകടനം നയിക്കാനായിട്ട് അവർ ആഹ്വാനം ചെയ്തു. ഇന്നിപ്പോ അതിന്റെ ഈ പറയുന്ന മഹാരാഷ്ട്രക്കാരന്മാർ സ്വദേശി ജന്മമെടുത്ത ബോസ്റ്റണിൽ താമസിക്കുന്ന ഇന്ത്യക്കാരൻ ഇന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല, അത് ചെയ്യാൻ പാടില്ല, സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ എന്തെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ക്ഷമ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കരുത്തും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും ഇന്ത്യയുടെ ജനങ്ങളുടെ രാജ്യത്തിനോടുള്ള വിധേയത്വവും എന്താണെന്ന് ഈ രാജ്യവിരുദ്ധ മൂവ്മെന്റുകാർക്ക് മനസ്സിലായതുകൊണ്ട് ഭയന്നിട്ടാണ് ഈ രണ്ട് മൂവ്മെന്റിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ കളിച്ചു പിടിക്കുന്നില്ല. കാരണം മറ്റു രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത, ഇന്ത്യൻ ജനതയുടെ പ്രത്യേകത, ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും. അയാമാൻ ഇന്ത്യൻ, ഞാൻ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുന്ന ഒരു പ്രൗഡ് ഇന്ന് ഈ ലോകത്തിൽ മറ്റൊരു രാജ്യത്തെ പൗരനും ഇല്ല. അതിന്റെ നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള, അതുകൊണ്ടായി പറയുന്നത്. അതുകൊണ്ട് ഈ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ അധികം ഒന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തന്നെ മുളയിൽ തന്നെ തുള്ളിപ്പോകും. ഒരു നോ ഗ്രാസ് വിൽ വാക്ക് ഹിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ ഒരു ചുഖം സംഭവിക്കുന്നില്ല. ഈ രാജ്യം കരുത്തുറ്റ രാജ്യമായി 1944 ഈ ലോകത്തിലെ 1ാം നമ്പർ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുയരും എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ വസ്തുത. പക്ഷേ ഇത് പ്രതിപക്ഷത്തുള്ള ചിലർക്ക് അതങ്ങ് ബോധ്യപ്പെട്ടിട്ടില്ല. ശശി തരൂര്, മഹുവ മൊയ്ത്ര, അതേപോലെ കീർത്തി ആസാദ് പോലുള്ളവർ ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അമർഷം, യുവാക്കളുടെ അമർഷം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിലപാടുകാരാണ്. ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢ താല്പര്യങ്ങളുണ്ട് എന്ന് ഇവർക്ക് എന്താണ് പിടികിട്ടാത്തത്? ഇവർക്ക് പിടികിട്ടാത്തത് അവരുടെ നിരാശ കൊണ്ടാണ്. കാരണം ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കോൺഗ്രസിന് ഇന്ത്യയിൽ ഇനി ഒരു സ്ഥാനം കിട്ടത്തില്ല എന്ന് ബോധ്യമായപ്പോൾ കോൺഗ്രസിനെ ചതിക്കാനും വഞ്ചിക്കാനുമാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു യുവാക്കളുടെ മൂവ്മെന്റ് ഉള്ളതിൽ ആദ്യം തകർന്നു പോകുന്നത് കോൺഗ്രസ് ആണ്. അത് അവരാദ്യം മനസ്സിലാക്കണം. യുവാക്കളുടെ മൂവ്മെന്റിനെ പിന്തുണച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ കടംപെട്ടു പോകേണ്ടത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെയാണ് മറ്റ് നേതാക്കന്മാരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്തിനധികം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ ജോൺ ബ്രിട്ടാസ് പോലും ഇതിനെ പിന്തുണച്ചു. എന്താ കാരണം? അവർക്ക് മനസ്സിലായി CPM കേരളത്തിൽ നിലനിൽപ്പില്ല, CPM തീർന്നു. അത് ഞാനൊരു എക്സാജറേറ്റഡ് വേർഷൻ പറഞ്ഞതല്ല. CPM കേരളത്തിൽ നിലനിൽക്കത്തില്ല. കാരണം CPM വെറുത്തു. അതിന്റെ തെളിവാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മൾ ഈ മാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പാർട്ടി തന്നെ പറയുന്നു അവരുടെ നേതാക്കന്മാരെല്ലാം മോശമാണ്, കടക്കു പുറത്ത് എന്നുള്ളത്. കേരളത്തിൽ ഇനി ആ പാർട്ടിക്ക് നിലനിൽപ്പില്ല. കേരളത്തിൽ നിലനിൽക്കുന്ന ഏക പാർട്ടി ഇനി BJP ആയിരിക്കും. 3 MLA നിയമസഭയിലുണ്ട്. കോൺഗ്രസിന്റെ ഭരണം അധികം മുന്നോട്ട് പോകുന്നു കേരളത്തിലെ ഏതെങ്കിലും അജയകാരം നിൽക്കുന്ന ഒരു വ്യക്തിയും വിശ്വസിക്കുന്നില്ല. അപ്പൊ തങ്ങളുടെ പാർട്ടി തകർന്നു. എന്നാൽ ഇനി ഏതെങ്കിലും ഒരു മൂവ്മെന്റിലൂടെ ഇന്ത്യയൊക്കെ തകർത്തുകളയാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാള് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധിക്കുന്ന ആള് രാജ്യസഭയിൽ, അദ്ദേഹം ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് ആന്റി നേഷൻ മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇവരുടെ ഉള്ളെന്താ? ഇതേ രാജ്യത്തിന്റെ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള 2 വർഷത്തെ യുദ്ധം, അത് ഈ രാജ്യമാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും പോയി ന്യായീകരിച്ച വ്യക്തിയാണ് ഈ ജോൺ ബ്രിട്ടാസ്. അപ്പൊ അതിന്റെ കാരണം നിരാശയിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ തരൂർ എന്ന് പറഞ്ഞ വ്യക്തി കൺസിസ്റ്റൻസി ഇല്ലാത്ത, ആശയങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശശി തരൂർ. അദ്ദേഹം ഏറ്റവും കൂടുതൽ അനുകൂലിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിജിയുടെ വിദേശകാര്യ നയത്തെയും നരേന്ദ്രമോദിജിയുടെ രാജ്യത്തിനുള്ള സംഭാവനകളിൽ പല പ്രാവശ്യം അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഈ യുവാക്കളുടെ ഇത് യുവാക്കളാണെന്ന് ആരാ പറഞ്ഞത്? ഇന്ത്യയിലെ യുവാക്കൾ അതിനകത്ത് ചെറിയ പെർസെന്റേജ് ഉള്ളൂ. ഇന്ത്യയുടെ അസൂയുള്ള, ഇന്ത്യയെ തകർക്കണമെന്ന് കച്ച കെട്ടിയിരിക്കുന്ന, കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കുന്ന പാകിസ്ഥാനെ പോലെയുള്ള ചില രാജ്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. അതേ പാകിസ്ഥാനിലും ഈ മൂവ്മെന്റ് ഇപ്പോൾ പടർന്നു വന്നിരിക്കുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത്. അതങ്ങനെ വരത്തുള്ളൂ. ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഇതുകൊണ്ടൊരു അട്ടിമറി ഉണ്ടായാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതൊരു നേപ്പാളിനെ പോലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലുള്ള അട്ടിമറി പാകിസ്ഥാനിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വ്യാപരിക്കുന്നത് വെറും സ്വപ്നം മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് മോഹഭംഗം വന്നവർ ഇതിൻ്റെ പിന്നിലുണ്ട്, കുറേ അവസരവാദികൾ ഇതിൻ്റെ പിന്നിലുണ്ട്, പിന്നെ കുറേ IT അല്ലെങ്കിൽ ന്യൂ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട് എന്ന് പൊതുവേ നമുക്ക് വിലയിരുത്താം. അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു കൂട്ടായ്മ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വസ്തുതകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്? ഇതിൻ്റെ പിന്നിൽ കൃത്യമായ വിദേശ ഫണ്ടിങ്, തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ അത്തരം ശക്തികളുടെ സാന്നിധ്യം അതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? 100%. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് ഇയാൾ സ്വീകരിക്കുന്നുണ്ട്, ഈ സംഘടന പ്രസാദനം കിട്ടുന്നുണ്ടെന്നുള്ള തെളിവ് സഹിത മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും പുറത്തു കൊണ്ടുവരിക്കുന്നു. പിന്നെ ഇവർ ഈ പറയുന്നതിൽ ഒരു ആരോപണം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരു രാജ്യം ലോകത്തിലൂടെ കാണിച്ചു തരാൻ പറ്റുമോ?
തൊഴിലില്ലായ്മ 100% തൊഴിലില്ലായ്മ പരിഹരിച്ച ഒരു രാജ്യം ലോകത്തിലില്ല. ഇവരുദ്ദേശിക്കുന്നത് സർക്കാർ ജോലിയാണ്. സർക്കാർ ജോലി മാത്രമാണ് ഒരു ജോലിയുള്ളത്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലാണ് 93% തൊഴിലില്ലായ്മ വേണം. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സർക്കാർ ജോലിക്ക് ഒരു അട്രാക്ഷനും ഇല്ല. അവർ മറ്റു ജോലികളും പിന്നെ സെൽഫായിട്ടുള്ള പിന്നെ എന്താ പറയുക ബിസിനസ്സുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമില്ലാത്ത 10,000-കണക്കിന് പേര് ആ രാജ്യത്തുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. അത് ലോകത്തിന്റെ ഒരു രാഷ്ട്രങ്ങളുടെ ഒരു യഥാർത്ഥമായ ഒരു ചിത്രമാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് വരുന്നത് അരാഷ്ട്രീയവാദവും രാജ്യവിരുദ്ധതയാണെന്നുള്ളതിന് തെളിവുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ ഈ രീതിയിൽ നിരീക്ഷിക്കാനുള്ള കാരണം. രാജ്യത്തിനെതിരെ നടക്കുന്ന എന്ത് മൂവ്മെന്റും രാജ്യവിരുദ്ധത, അത് ഏത് രാജ്യത്തിലാണെങ്കിലും ഒരു സംശയമില്ല കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ഒരു ഇല പോലും അനങ്ങാത്തത്? കുറെ അരാഷ്ട്രവാദികളായ IT പ്രൊഫഷണൽസും കുറെ എന്തിനേയും എതിർക്കുന്ന കുറെ ആളുകളും. ഇന്നലെ ഞാൻ ഈ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ ഒരു ചാനലിൽ ഇരുത്തിരിക്കുന്നുണ്ട്. സത്യം പറയുന്നത് അതൊക്കെ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ആ ചാനലുകാർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയെ തങ്ങളുടെ ചാനലിൽ ഇരുത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഏറ്റവും വലിയ ആന്റി നാഷണൽ ആക്ടിവിറ്റി അല്ലേ? അതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജനാധിപത്യം അത്രയ്ക്കും മനോഹരമായതുകൊണ്ടും ഫ്രീ ആയതുകൊണ്ടാണ്. പക്ഷെ രാജ്യത്തിന് എതിരെ നടക്കുന്ന ഏത് മൂവ്മെന്റും, അത് ഏത് പാർട്ടി രാജ്യത്ത് ഭരിച്ചാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരെ മുളയിലെ നുള്ളേണ്ടതാണ്. അത് പിന്നെ കേന്ദ്ര സർക്കാർ അത് കൃത്യമായ രീതിയിൽ അത് അഡ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സറണ്ടർ ആയിരിക്കുന്നത് ഇതിന്റെ ഫൗണ്ടർ തന്നെ ബോസ്റ്റൺ താമസിക്കുന്ന ചെറുപ്പക്കാരന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞാൽ വീഡിയോ വരെ വന്നു കഴിഞ്ഞു. ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്താനായിട്ട് ഒരു പ്ലാനുമില്ല. ഞാൻ അങ്ങനെയൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. ഇനി ഇയാളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്തെങ്കിലും രീതിയിലുള്ള മൂവ്മെന്റ് കേരളത്തിൽ ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യൻ ജനത അത് ചെറുക്കും. നമുക്ക് അതിനുള്ള കരുത്തുണ്ട്. 140 കോടി ജനങ്ങൾ രാജ്യമാണ് ഇത്. 10-15 ലക്ഷം ചെറുപ്പക്കാർ ഇങ്ങനെ മോഹഭംഗം വന്ന് ഈ പറയുന്ന മാനസികത തെറ്റി ചില ടെക്നിക്കൽ ആഹ്വാനത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പണം ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കഴിവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. ഇതൊന്നും ഇന്ത്യയിൽ വിലപ്പോകത്തില്ല. നന്ദി.